ഹലോ, എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ചെറുനാരങ്ങ ചെടിയാണെന്ന് പറഞ്ഞിട്ട് ഞാനന്ന് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചിരുന്നു. വാങ്ങുമ്പോൾ തന്നെ ഒട്ടുതൈ വാങ്ങിയതാണ്. അടുത്തുള്ള ഫാമിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അവർ ഡെലിവറി ചെയ്തതാണ്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ തന്നെ അതിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളർന്ന് വലുതായി കായ ഇപ്പോൾ 5-6 മാസമായി ഞാനിത് വാങ്ങി വെച്ചിട്ട്. വലിയ മാറ്റമൊന്നും കാണണ്ട, പച്ച നിറത്ത് തന്നെ നിൽക്കുന്നു. നാരങ്ങയാണോ എന്താണെന്ന് അറിയാൻ ഒരു നിവൃത്തിയില്ല. കഴിഞ്ഞ ആഴ്ച ഒരു ദിനം ഇത്തിരി നിറം മാറിയിട്ട് ഒരു ഓറഞ്ച് കളർ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നാരങ്ങയാണെന്നാൽ ഇത്തിരി നാരങ്ങ വെള്ളം കലക്കാമെന്ന് പറഞ്ഞ് ഉള്ളിൽ പോയി മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ഓറഞ്ച് കളർ, നല്ല ജ്യൂസിയാണ്. നോക്കുമ്പോൾ ചെറുനാരങ്ങയാകുമ്പോൾ ഇത്തിരി തിക്കായിരിക്കും, ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ സംഭവം ഇത് ചെറുനാരങ്ങയല്ല, ഓറഞ്ചിൻ്റെ തൈയാണ് തന്നതവർ. അതുപോലെ നമ്മുടെ മാമ്പഴം ഞാൻ പറഞ്ഞില്ലേ, അൽഫോൺസ് മാമ്പഴത്തിൻ്റെ തൈ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. ഇതാ അത് ഇപ്പോൾ പൂത്ത് കാക്കുന്നത് ശരിയല്ല പറയുമെങ്കിലും എന്താ ഒരെണ്ണം ഇതിലൂടെ കായ പിടിച്ചിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ അൽഫോൺസ് തന്നെയാണോ എന്നുള്ളത് വലുതായി നോക്കിയാലേ അറിയുള്ളൂ. ഞാനിത് വല്ല അൽഫോൺസിൻ്റെ മാമ്പഴം അങ്ങനെ കണ്ടിട്ടില്ല. കിളിമൂക്കാണോ എന്ന് തോന്നി എനിക്ക്. ഇനി അവരെ വിളിച്ചിട്ട് വേണം അത് കാര്യങ്ങൾ പറഞ്ഞൊന്ന് ശരിയാക്കാൻ. നമ്മൾ ഒട്ടുതൈ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരാൻ വിൽക്കാൻ വരുന്നത് വാങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്, അത് ശരിയാണോ എന്നുള്ളത്. ഞാൻ പക്ഷേ അവരെ റെസീറ്റും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇതിൽ അൽഫോൺസാ വാങ്ങി അതിൽ ചെറുനാരങ്ങയുടെ ഒന്ന് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റും. തൈ കൊടുക്കാൻ പറ്റില്ല, പകരം തൈ തരാൻ പറയണം, അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ ചോദിക്കണം. പിന്നെ ഇത് ഞാനൊന്ന് ഷമാം ജ്യൂസിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്തുള്ള വിത്തെടുത്തിട്ട് ഒന്ന് മണ്ണിൽ കുഴിച്ചിട്ടാണ്. ഏതാണ്ട് നമ്മുടെ വെള്ളരിക്ക തൈ പോലെയാണ് തോന്നുന്നത്. ക്ഷമ ഞാനൊന്ന് മുറിക്കുമ്പോൾ കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ വിത്തൊക്കെ വെള്ളരിക്കയുടെ വിത്ത് പോലെ തന്നെ ഇരുന്നു. അതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് തണ്ണിമത്തൻ്റെ ആയിരുന്നു. മുറിക്കുമ്പോൾ അതിൻ്റെ ആകൃതിയൊക്കെ വേണ്ട പപ്പായ പോലെ ഇരുന്നു. പക്ഷെ ഇപ്പോൾ തൈ മുളച്ചപ്പോൾ വെള്ളരിക്കയുടെ തൈ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ ചെറുനാരങ്ങ ഒന്ന് മുറിച്ച് നിങ്ങൾക്ക്, ചെറുനാരങ്ങയല്ല ഓറഞ്ചാണ് ആക്ച്വലി, അതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതാണ് ഞാൻ മുറിച്ചത്, കണ്ടില്ലേ, ഓറഞ്ചാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ജ്യൂസിയാണ്. അതാ നിറയെ ജ്യൂസുണ്ട്. പക്ഷേ ഇതിന് യാതൊരു മധുരവും ഒന്നുമില്ല, ഭയങ്കര പുളിപ്പാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ മണ്ണിൻ്റെയും കാലാവസ്ഥയുടെയും വ്യത്യാസം കൊണ്ട് അങ്ങനെ ആയതാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതും അതുപോലെ പാകമായതാണ്. എന്താ നന്നായിട്ട് കണ്ടില്ലേ, സ്പോഞ്ച് പോലെ അങ്ങനെയുണ്ട്. ഇതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഒരു വീഡിയോ പിടിച്ചത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.